നമ്മുടെ ബാക്ക് ഗാർഡനിലെ കഴിഞ്ഞ വർഷം നട്ട ആപ്പിളാണ് കേട്ടോ ഇത്. അപ്പം ഇതേ പൊക്കമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് ഫ്ലവർ ചെയ്തായിരുന്നു, പക്ഷേ ഒരു അതിൻ്റെ ആപ്പിളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതേ ഇപ്രാവശ്യം ഫ്ലവർ ചെയ്തപ്പോഴും ഞാനത് എടുത്തില്ല. കാരണം ഞാൻ വിചാരിച്ചു അത് മൂത്തിട്ടുണ്ടാവില്ല, അതും പൊഴിഞ്ഞു പോകുമായിരിക്കുന്നു കേട്ടോ. പക്ഷേ അതെല്ലാം കായകളായിട്ടുണ്ട്. ഇത് പൊഴിഞ്ഞു പോകുമോ എന്നൊന്നും അറിയത്തില്ല, കാരണം ആദ്യമായിട്ട് കായ്ക്കുന്നതാണ്. ഈ ചെറു പ്രായത്തിൽ ബഡ് ചെയ്ത തൈകളാണല്ലോ. അപ്പോൾ ഇത് ആവുമായിരിക്കും, നമുക്ക് റൈപ്പണായി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കിട്ടുന്ന എൻ്റെ വിശ്വാസം. അതുപോലെ ഇത് അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടോ, അത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ. അതും ഫ്ലവർ ചെയ്തിട്ടുണ്ട്, അത് ഉണ്ടാവുമെന്ന് നോക്കണം. അതുകൂടാതെ അത് കണ്ടോ, അത് ചെടി റുബാബാണ്. റുബാബ് ഇതും എന്തോ ഹണി ബെറിയോ അങ്ങനെ എന്തോ ഒരു ബെറി വർഗ്ഗത്തിൽപ്പെട്ടതാണ്. എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഇത് പെയറാട്ടോ, ഇത് പെയറാണ്. ഇതും നന്നായിട്ട് ഫ്ലവർ ചെയ്തായിരുന്നു കേട്ടോ. ഇതൊരു പിങ്ക് ഫ്ലവറായിട്ടാണ് വന്നത്. ഇതിൻ്റെ ഫ്ലവർ ചെയ്ത് പൊഴിഞ്ഞു പോയി, പക്ഷേ ഇതിൻ്റെ കായ ഒന്നും കാണുന്നില്ല. 2 വർഷം അല്ലെങ്കിൽ 1 വർഷം നെക്സ്റ്റ് ഇയർ നോക്കാം. ഇത് അതുപോലെ തന്നെ ഇതും ഒരു ബെറിയാണ് എനിക്ക് തോന്നുന്നു. ഇത് എന്ത് ബെറിയായിരുന്നു? ഗൂസ്ബെറി കേട്ടോ. ഈ നെല്ലിക്ക പോലെ കുഞ്ഞായിട്ടുണ്ടാവണത്. നല്ല പുളിയാണതിന്, മധുരമൊന്നുമല്ല. പിന്നെ ഇത് ബഡ് ചെയ്ത് ഇതൊരു ആപ്പിളാണ് കേട്ടോ. ഇതാ പിങ്ക് ലേഡി ആപ്പിളാണ്. ഇത് നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വലിയ മരം, അതിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് ബഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും, പക്ഷേ കുറച്ചുകൂടെ വലുതാവണം. ഇതും ഒരു ബെറിയാണ്. ഇത് ഒരു വൈറ്റ് ബെറി അങ്ങനെ സംതിങ് ആണ്. പിന്നെ ഇത് കണ്ടത് നമ്മുടെ ചെറി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാട്ടോ ചെറി. ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. ഇത് കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ, പക്ഷെ വലിയ മരമാണ് ഇത്. അതുപോലെ ഇത് നമ്മുടെ ബീട്രൂട്ടല്ലേ, ഇത് ബീട്രൂട്ടാണേ, ഇത് ബീട്രൂട്ട്. പിന്നെ ഇതൊരു ഓറഞ്ച് തൈ ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ബഡ് ചെയ്ത ഭാഗം ഉണങ്ങിപ്പോയെങ്കിലും അടിയിൽ വരുന്നുണ്ട് മുള. അടിയിൽ കണ്ടോ വരുന്നുണ്ട്. പക്ഷേ അടിയിലത്തെ ഭാഗം വേണമെങ്കിൽ നല്ല ഇനം ആയിരിക്കില്ല, മുകളിലത്തെ ഭാഗമായിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷെ അത് ഉണങ്ങിപ്പോയി. പിന്നെ കുറച്ച് റോസസ് ഗാർഡനൊക്കെ ഒന്നും ഇതായിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇതൊക്കെ റഫായിട്ട് മരങ്ങളാവുന്ന ചെടികളാണ് വെച്ചേക്കുന്നത്. ഗാർഡനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്, കുറച്ച് ഇതൊക്കെ നട്ടിട്ടുണ്ട്. അധികമൊന്നും നട്ടിട്ടില്ല. ഇത് കണ്ടോ, റണ്ണർ ബീൻസ് നട്ടിട്ടുണ്ട്. പിന്നെ അവർ കുറച്ച് മുളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്.